ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളെല്ലാവരും പണ്ട് തൊട്ടേ നമ്മുടെ ചെറുപ്പകാലം തൊട്ടേ കേൾക്കുന്ന ഒരു സംഭവമായിരിക്കും രാത്രിയിൽ നഖം വെട്ടിക്കൂടാ എന്നുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ആരോഗ്യത്തിന് മെയിനായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് നമ്മുടെ നഖം ക്ലീൻ ചെയ്ത് മുറിച്ച് മാറ്റുക എന്നുള്ളത് അല്ലേ. ഞാനൊക്കെ കുഞ്ഞു നാളിൽ തൊട്ടേ കേൾക്കുന്ന ഒരു സംഭവമാണ് രാത്രിയിൽ നഖം മുറിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളത്. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിറ്റേന്ന് സമയം ഉണ്ടാവത്തില്ല നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തലേന്ന് രാത്രി ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നഖം വെട്ടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള മുതിർന്നവർ അതിന് സമ്മതിക്കാതെ വരുത്തുന്നുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് തന്നെ ഞാൻ ഇവർ പറയുമ്പോൾ ഒക്കെ ചിന്തിക്കാറുണ്ട്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഇനി അതല്ല ഇതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വശമുണ്ടോ എന്നുള്ളതൊക്കെ എൻ്റെ മൈൻഡിലൂടെ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ സംശയം എനിക്ക് ആരെടുത്ത് ചോദിച്ചിട്ടും ഇതിനുള്ള ഒരു റിപ്ലൈ കിട്ടിയില്ല. അപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഞാനൊരു വീഡിയോ കാണാനിടയായി. അപ്പോൾ അതാണ് കാരണമെന്ന് എനിക്ക് അപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പം തലമുറകളായിട്ട് കൈമാറി വരുന്ന ഇത്തരം സന്ദേശങ്ങളൊക്കെ നമ്മളെ കുട്ടികളിലേക്കും പകർന്നു കൊടുക്കും. അപ്പോൾ നമുക്ക് എന്തുണ്ടാവണം, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. ബോറടിപ്പിക്കാത്ത കാര്യം എന്താണെന്ന് പറയാം കേട്ടോ. അതായത് പണ്ട് കാലത്ത് ഇതുപോലുള്ള സാധനങ്ങളൊന്നും വെച്ചല്ല നമ്മൾ നഖം മുറിച്ചിരുന്നത്. സാധാരണ കത്തി വെച്ചിട്ടാണ് കേട്ടോ പണ്ടത്തെ ആൾക്കാർ നഖം മുറിച്ചേക്കുന്നത്. അതുപോലെ തന്നെ വൈദ്യുതിയും അന്ന് ലഭ്യമല്ലായിരുന്നു. അന്ന് വൈദ്യുതിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള കട്ടറോ ഒന്നും കണ്ടുപിടിച്ചൊരു കാലത്തല്ല. പണ്ട് മുതലേ ഷെയർ ചെയ്തു വരുന്ന ഒരു സന്ദേശമാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പം അന്നത്തെ ആൾക്കാരെ ഈ കത്തി കൊണ്ട് വൈദ്യുതി ഒന്നും ഇല്ലാതെ നഖം മുറിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അവരെല്ലാം പകലാണ് നഖം മുറിച്ചിരുന്നത്. രാത്രിയിൽ നഖം മുറിക്കാൻ നോക്കിയാൽ വെളിച്ചമില്ലാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ നഖം മുറിഞ്ഞ് എന്താ പറയുക, രക്തസ്രാവമൊക്കെ ഓവറായി കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ വെട്ടിയിട്ട നഖം പെറുക്കിയെടുക്കാനും ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിലൊക്കെ കലരുകയാണെങ്കിൽ നമുക്ക് അലർജിക്കായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പം അന്ന് വെളിച്ചം ഉള്ളപ്പോൾ ആണ് എല്ലാവരും നഖം വെട്ടിയിരുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും രാത്രിയിൽ നഖം മുറിക്കുന്നതിനെ എതിർക്കുന്നത്. തലമുറകളായിട്ട് കൈമാറി വരുന്ന ഒരു സന്ദേശമാണ്. അതെന്താണെന്ന് ചിലപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. അപ്പോൾ ഇപ്പം എന്തായാലും അറിയാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് ഇതിൻ്റെ ഒരു ഉത്തരം തേടിക്കൊണ്ടിരുന്നു. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഈ ചില സിറ്റുവേഷൻസിലൊക്കെ രാത്രിയിൽ വെട്ടാമെന്ന് വിചാരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, വലിയവരെ പറയുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ അവരങ്ങനെ പറയത്തില്ല. പക്ഷെ എന്താണെന്നുള്ളത് കറക്റ്റായിട്ടുള്ളത് ആർക്കും അറിയത്തുമില്ല ചോദിക്കുമ്പോൾ. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടാകുന്ന എന്തെങ്കിലും വരുമോ അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് എനിക്കിതിൻ്റെ കറക്റ്റ് ഒരു ഉത്തരം കിട്ടിയത്. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഇത് കേട്ട നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു ഇതുപോലുള്ള സംഭവമാണ് നമ്മുടെ മുരിങ്ങ ഇല നമ്മളെ കർക്കിടകത്തിൽ കഴിച്ചുകൂടാന്ന് ഒരുപാട് പേര് പറഞ്ഞു വെപ്പുണ്ട്. ആ സമയത്ത് കുറേ ആൾക്കാർ അത് കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അതിനും എൻ്റെ കയ്യിൽ ഒരു ഉത്തരവുണ്ട്. എനിക്കതിൻ്റെ പണ്ട് എൻ്റെ ഒരു അധ്യാപകൻ എനിക്ക് പകർന്നു തന്ന ഒരറിവാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ, അത് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യൂസ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, ടേക്ക് കെയർ.